എന്തോ ഈ സമാധാനം? ഈ ബൈബിൾ പറയുന്ന സമാധാനം എന്തോ? സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് കാലിൽ ധരിച്ചു, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പൊ എന്തോ ഈ സമാധാനം നമ്മൾ സുവിശേഷിക്കുന്നത്? അവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റി. ഇപ്പൊ നമ്മൾ പല സുവിശേഷന്മാരും പറയുന്നത് സമാധാനമില്ലാതെ വീടുകൾ കിടക്കുന്നു. അപ്പൊ എന്താണ്? യേശു ക്രിസ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനം വന്നു. യഥാർത്ഥത്തിൽ ഇവര് പറയുന്നത് ഇവര് ഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഞാൻ വിശ്വാസത്തിൽ വന്നു, സമാധാനം ഇല്ലായ്മയിൽ ആത്മീയതയുടെ മുൻപിൽ ഞാൻ വിശ്വാസത്തിൽ വന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ എനിക്കൊരു സമാധാനം ഭൂമിയിലില്ല. ഇതാ സത്യം. പിന്നെ എന്ത് സമാധാനം ക്രിസ്തു വന്ന? ഇനി അപ്പോസ്തലന്മാരെ എടുത്തു, ആ സമാധാനം അല്ല ഇവിടെ പറയാം. ക്രിസ്തു വന്ന ഈ സമാധാനം അല്ല. ഇപ്പം ഒരുമാതിരിപ്പെട്ട ചില വീടുകളിൽ നല്ല സമാധാനമുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിലും മക്കളുമായിട്ടുള്ള ബന്ധത്തിലും സാമ്പത്തികം എല്ലാം നല്ല സമാധാനമാണ്. അപ്പൊ അത് അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അതെന്ത് സമാധാനമാണ്? ഇതെന്ത് സമാധാനമാണ്? അപ്പം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ സമാധാനമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. പൗലോസ് നല്ല സമാധാനത്തിൽ ജീവിച്ചവരാണ് അല്ലേ? റബ്ബിയായിട്ട്, കപ്പൽ മാമരുടെ മോനായിട്ട്, നല്ല പിന്നെന്താണ് മറ്റുള്ളവരുടെ ബഹുമാനം മേടിച്ചൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ് പൗലോസ്. പക്ഷെ ക്രിസ്തുവിൽ വന്നതിന് ശേഷം ഇവരെന്താണ്? കല്ലേറ്, തുപ്പ്. അപ്പൊ എന്ത് സമാധാനം? ഇവരെവിടെ ജയിലിലിടുന്നു, അടിക്കുന്നു, തുപ്പുന്നു, എറിയുന്നു. അപ്പൊ എന്ത് സമാധാനം? അല്ല, ഇവിടുത്തെ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്ന ഏവരും. അപ്പൊ യേശുവിനെ യേശുവായിട്ട് കാണാം, ക്രിസ്തു എന്ന് കാണാം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹായ. അപ്പം യഹൂദന്മാർ ഇപ്പോഴും മശിഹായ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ യേശുവിനെ അവർ അംഗീകരിച്ചില്ല. അപ്പൊ യേശു, യോഹന്നാന്റെ ലേഖനത്തിലത്തെ വിവരം പറയുന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവനല്ലാതെ ആരാകുന്നു ദൈവത്തിൽ ജനിച്ചവൻ? യേശുവിനെ ക്രിസ്തു എന്ന് നിഷേധിക്കുന്നവരൊക്കെയും ഓപ്പോസിറ്റാണ്, അല്ലെങ്കിൽ എന്താണ്, സാത്താന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പൊ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ എന്താണ് സ്നാനത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അത് മുമ്പ് പറഞ്ഞതിന്റെ എല്ലാം കൂടെ ആകൂടിയാണ്. അപ്പൊ യേശുവിനെ ക്രിസ്തു എന്ന് പറയാൻ ദൈവപുത്രൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ, അല്ലെങ്കിൽ മശിഹ. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസിനോട് പറഞ്ഞു, പൗലോസും ഒരിക്കൽ വരെ അങ്ങനെ തന്നെ യേശുവിനെ കണ്ടത്.